എങ്ങനെയാണ് ഈ ജി എസ് ടിയുടെ റീസ്ട്രക്ചറിങ് ഘടന പുതുക്കിയത് എങ്ങനെയായിരിക്കും ജി എസ് ടി വരുമാനത്തെ ബാധിക്കുക? തീർച്ചയായിട്ടും കൂടുതൽ വാങ്ങാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് കൂടുതൽ വാങ്ങണം എന്ന് പറഞ്ഞാല്, ഒന്നാമത് വില കുറഞ്ഞപ്പം ഇതുവരെ ഞാൻ 1/2 കിലോ പരിപ്പാണ് വാങ്ങിച്ചിരുന്നതെന്ന് വിചാരിച്ചുള്ളൂ ഒരാഴ്ചയില്. ഇനി അത് 1 കിലോ ആക്കാം. പരിപ്പ് വളരെ നല്ല സാധനമാണ് എന്നറിയാം ആരോഗ്യത്തിന്. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ ലോകത്തിന്റെ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്. 21ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ 2030 മുൻപ് നേടണം എന്ന് വിചാരിച്ച ലക്ഷ്യങ്ങളെയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അത് 18 ലക്ഷ്യങ്ങൾ. ആ 18 ലക്ഷ്യങ്ങളില് ഒന്നാമത്തേത് പട്ടിണി ഇല്ലാതെയാക്കുക, രണ്ടാമത്തേത് മാൽന്യൂട്രീഷൻ, അതായത് പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കുക. ഇങ്ങനെ പോകുന്നു അതിനകത്തെ ഈ ലക്ഷ്യങ്ങള്. അപ്പൊ ഈ പട്ടിണി ഇല്ലാതെയാക്കണം, പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം എന്ന് വരികയാണെങ്കിൽ നമ്മുടെ പയറുവർഗ്ഗങ്ങളുടെ ഒക്കെ കൺസംഷൻ വർദ്ധിപ്പിക്കണം. അപ്പൊ ഈ വലിയ GST കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർ പലരും പയറുവർഗ്ഗങ്ങളിൽ പലതും വേണ്ട എന്ന് വെക്കും. GSTയിൽ കുറവ് വരുമ്പോൾ പയറുവർഗ്ഗങ്ങളുടെ സെയിൽ കൂടും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? പോഷകാഹാര ദാരിദ്ര്യവും പട്ടിണിയും ഒരു വശത്തോടെ കുറയും. അതോടൊപ്പം തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഉൽപാദനം ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു. അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSMEs എന്ന് നമ്മൾ പറയുന്ന മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഓർമ്മിക്കണം. ഇന്ത്യയിൽ 96% വരെ തൊഴിൽ നൽകുന്ന മേഖലയാണ് ഈ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഈ മേഖലയില് ധാരാളം തൊഴിൽ, അതായത് ഈ മേഖല കോവിഡിന് ശേഷം ചത്തടിഞ്ഞു കിടക്കുകയാണ്. 3,60,000 MSMEs അടച്ചുപോയി എന്ന് നീതി ആയോഗ് തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് അടഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ അത്തരം അടഞ്ഞുപോയ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഒക്കെ പുനരുദ്ധാരണം ചെയ്യപ്പെടും, പുനർജനിക്കും. അങ്ങനെ പുനർജനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി ഉണ്ടാകും. അപ്പൊ ഈ GSTയുടെ പുനഃസംഘടന നന്നായി നടപ്പാക്കി അതുവഴി, അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ GST കൊണ്ടുവന്നപ്പോഴൊക്കെ പറയുന്ന വലിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അതായത് ഈ GSTയിൽ ചാർത്തപ്പെടുന്ന നികുതികളൊന്നും, അതായത് ഇളവ് കിട്ടിയ ഏതെങ്കിലും ഒരു നികുതിക്ക് ഇളവ് കിട്ടിയാൽ ആ ഇളവ് താഴേക്ക് ഉപഭോക്താവിലേക്ക് കൊടുക്കില്ല. ഉപഭോക്താവിലേക്ക് കൊടുക്കുന്നതിന് പകരം അത് ഈ വിൽപ്പനക്കാരൻ, വ്യാപാരിയും വ്യവസായിയും പങ്കിട്ടെടുക്കുമെന്ന്. അപ്പൊ അത് പിന്നെ ഉപഭോക്താവിലേക്ക് എത്തുന്നില്ല. അത് പാടില്ല. അതിന് ഗവൺമെന്റ് കർശനമായ നിരീക്ഷണം നടത്തണം. അങ്ങനെ നിരീക്ഷണം നടത്തി ഈ ഇളവിന്റെ പ്രയോജനം മുഴുവന് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്ന് വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ നിലച്ചുപോയ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വീണ്ടും പുനർജനിക്കും. ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമി 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ 3rd ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈസി ആയിട്ട് നടത്താവുന്ന ഒരു കാര്യമായി തീരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ തൊഴിലുകൾ, അതായത് GSTയുടെ പരിഷ്കരണം കൊണ്ട് കൂടുതൽ തൊഴിലുകൾ, കൂടുതൽ വരുമാനം, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം. ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ, എത്രയോ കോടി പേര് നിത്യദരിദ്രര് അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, അവരെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇതൊക്കെ ഉണർന്നു വരും. അപ്പൊ ഇപ്പോഴും ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന വരുമാനം, അതായത് ഇപ്പൊ GSTയുടെ പുനഃസംഘടന വഴിയായിട്ട് കുറച്ച് വരുമാന വർധനവ് ഉണ്ടാകുന്നുവെങ്കിൽ അതും 50-50 എന്ന രീതിയിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടെ പങ്കിടുമോ? പാടില്ല. ഇവിടെയാണ് സംസ്ഥാന ഗവൺമെന്റുകൾ ശക്തമായ നിലപാടെടുക്കേണ്ടത്. ഇതിനു മുൻപ് തന്നെ GST കൗൺസിലിൽ വന്ന ഒരു വാദമാണ് ഇപ്പൊ 50-50 എന്നുള്ളത് 40:60, അതായത് സംസ്ഥാനങ്ങൾക്ക് 60%വും കേന്ദ്രത്തിന് 40%വും എന്ന രീതിയിൽ പങ്കിടണമെന്ന്. എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നത്? കാരണം ചെലവിന്റെ 60%വും സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. അപ്പൊ പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാനം വേണ്ടേ? പക്ഷെ വരുമാനത്തിന്റെ
അതായത് ഇൻകം ടാക്സ് പോലെയുള്ള ഡയറക്റ്റ് ടാക്സസ് ഒക്കെ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് വളരെ നിയന്ത്രിതമായ തോതിൽ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് അതിന്റെ വിഹിതം കിട്ടുക. ഈ GST അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും 50-50 ആയിട്ടെങ്കിലും കിട്ടുക. അപ്പൊ കേന്ദ്രത്തിന്റെ കയ്യിൽ കൂടുതൽ ധനം എത്തുന്നു, സംസ്ഥാനങ്ങളുടെ കയ്യിൽ കുറവ് ധനം എത്തുന്നു. സംസ്ഥാനങ്ങൾക്കാണ് 60% ചെലവുകളും വഹിക്കേണ്ടി വരിക. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫെഡറലിസം നന്നായി മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വരുമാന വിഭജനം ജസ്റ്റ് ആയിരിക്കണം, നീതിപൂർവമായിരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം സംസ്ഥാനങ്ങൾക്ക് GST കൗൺസിൽ കൂടാനിരിക്കുകയാണ്. കൂടുമ്പോൾ ഒക്ടോബറിൽ കൂടുമെന്ന് പറയുന്നു. അങ്ങനെ കൂടുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ഇതുവഴിയായിട്ടുണ്ടാകാവുന്ന വരുമാന വർധനവ്, ഈ പിന്നെ റീസ്ട്രക്ചറിങ് വഴിയായിട്ടുണ്ടാകുന്ന വരുമാന വർധനവ് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, കേന്ദ്രം അതിൽ കൈവയ്ക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി നീതി ലഭ്യമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ റീസ്ട്രക്ചറിങ് വഴിയായിട്ട് GST നല്ലവണ്ണം പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോഴും GSTയിൽ നടത്തുന്ന എന്താണ് കൊള്ള, അതായത് മനഃപൂർവമായിട്ട് നടത്തുന്ന കൊള്ള കണ്ടെത്താനായിട്ട് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് GST പുനഃസംഘടനയെ പറ്റിയുള്ള ചർച്ച നമുക്കിവിടെ നിർത്താം.